ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇനി ഞാൻ ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ചെയ്ത ഒരു മെത്തേഡ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി ഒരു 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. കളറൊന്നും മാറാണ്ട് വേണം നമ്മളത് ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സമയമെടുത്തൊന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇളം ചൂടുവെള്ളമാണ്. ഒരുപാട് അങ്ങോട്ട് വെട്ടി തിളക്കൊന്നും വേണ്ട, ഇളം ചൂടുവെള്ളം വേണം. ഇനി നമുക്ക് ചൂടാക്കിയ പൊടി വേറൊരു ബൗളിലേക്ക് മാറ്റുക, വലിയ ബൗളിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടി വേണം കേട്ടോ നമ്മളിത് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചിട്ട്, ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, അധികമായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. കാരണം ഗോതമ്പ് പൊടിയല്ലേ, അപ്പോൾ ഇത് നല്ല കുഴഞ്ഞു പോവും. അപ്പോൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്ത പൊടി മിക്സർ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് പാർട്ടായിട്ടിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. കുറേ അടിക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് മേക്കറിൽ വെച്ചിട്ട് നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് പുട്ടാണ്. എല്ലാവരും ഒന്ന് ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. ഈ മെത്തേഡ് ചെയ്ത് നോക്കാത്തവർ നല്ല സോഫ്റ്റ് പുട്ടും നല്ലൊരു മീൻകറിയും ഉണ്ടെങ്കിൽ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കണ്ടു നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കീപ്പ് വാച്ചിങ്. താങ്ക് യു.